ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സഞ്ജന. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പീച്ചിങ്ങയും പരിപ്പും കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് പരിപ്പ് ഇത് നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ പീച്ചിങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാനുള്ളത്. ഞാനിവിടെ ഒരു വലിയ ഫുൾ പീച്ചിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പീച്ചിങ്ങ നിങ്ങൾ എടുക്കുമ്പോൾ വളരെ പിഞ്ച് പീച്ചിങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും 1 കഷ്ണം പച്ചമുളകും ഇട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ അരപ്പിനായിട്ട് വെളുത്തുള്ളി, കുരുമുളക്, കുറച്ച് തേങ്ങ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ അരപ്പൊക്കെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പീച്ചിങ്ങയും പരിപ്പും വെന്തോന്ന് നോക്കാം. ഇതൊക്കെ നന്നായിട്ട് ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ. അരപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ പീച്ചിങ്ങയും പരിപ്പും ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടാകാനേ പാടുള്ളൂ. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വേറൊരു പാനിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. എന്നിട്ട് ഈ പീച്ചിങ്ങയും പരിപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് തിളയ്ക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്